ഹലോ ഗൈസ്. സോ ഇന്ന് നമ്മുടെ എംഐയുടെ പാഡ് 7 നമ്മുടെ നാനോ ടച്ച് ഡിസ്പ്ലേ വരുന്ന നമ്മുടെ 12GB 250GB ഇൻബിൽഡ് വരുന്ന നമ്മുടെ എംഐയുടെ പാഡ് 7 സർവീസ് സെന്ററിലായിരുന്നല്ലോ. ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. ഫൈനൽ നമ്മുടെ പാഡ് 7 2 ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഗോയ്സ്. നല്ല സന്തോഷമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്. കാരണം പുതിയ പുത്തൻ ടാബ് മേടിച്ച ഉടനെ മേടിച്ചൊരു 2-2.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സർവീസ് സെന്ററിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് സെന്ററിൽ കിട്ടാണ്ട് 2 ആഴ്ച അടുത്തടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സാധനം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ MI പാഡ് 7. ഇത് ഞാൻ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. അതായത് എനിക്ക് കൂടുതൽ ഇതിന്റെ പരിപാടികളൊന്നും പറയാൻ എനിക്കറിയാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു സാധാരണ കസ്റ്റമർ എന്നുള്ള രീതിയിൽ, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഞാനിത് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ സിനിമ കാണാൻ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു സാധനം. എന്ന് വെച്ചാൽ നമുക്ക് ചില അതൊക്കെ ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ആയിട്ട് ഒരു ലൈറ്റിന് സ്പ്രെഡ് ആയിട്ട് അടിക്കും. അങ്ങനത്തെ റിഫ്ലക്ഷനൊന്നും ഈ ടാബിൽ വരില്ല എന്നാണ് ഇവർ പറയുന്നത്. ശരിയാണ്, അങ്ങനത്തെ ഒരു സാധനമൊന്നും വരുന്നില്ല. അത് മാത്രമല്ല ഫുൾ മാറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിനിമ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. പിന്നെ ഇതിപ്പോ മേടിച്ചിട്ട് ഒരു 1.5-2 മാസത്തിനടുത്ത് 1.5 മാസത്തിനടുത്താവണേ. അതിനകത്തൊരു 2-2.5 ആഴ്ചത്തോളം നമ്മുടെ സർവീസ് സെന്ററിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ സാധനം മര്യാദക്ക് ഉപയോഗിക്കാനും ഞാൻ മര്യാദ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്തായാലും പടപ്പൻ സാധനമാണ് ഇതിന്റെ ഡിസൈൻ. ഈ സാധനം എടുത്തതിന്റെ മെയിൻ റീസൺ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മറ്റേ ഐപാഡിന്റെ ഒക്കെ ഒരു ഫീല്, ഒരു ഡിസൈൻ, അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്പെക്ക് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 12GB RAM 250GB ഇൻബിൽഡ് വരുന്ന ഒരു പെടപ്പൻ ഒരു സാധനം. ഒരു 30,000 രൂപ ബഡ്ജറ്റിൽ ഒരു കില്ലർ മുതലാണത്. സിം ഇട്ടിട്ട് ടാബ് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിനകത്തേക്ക് ചൂസ് ചെയ്തത് ഞാൻ പറയുള്ളൂ. അത് സിം ഇല്ല എന്നുള്ള ഒറ്റൊരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും കിടിലാണ്. പിന്നെ ബാറ്ററി MAH വരുമ്പോൾ ഒരു 8,000 സംതിങ് വരും. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു 10,000 രൂപ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാറ്ററി ബാക്കപ്പ് ഒരു 10,000 രൂപ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. സിനിമ കാണാൻ ഗംഭീരമാണ്. അതുപോലെ തന്നെ പെന്ന് ഇതിനകത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ പെന്ന് ഇതിന്റെ ഒപ്പം കിട്ടില്ല, നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. അതിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6,000 രൂപ അതിൻ്റെ അടുത്ത് ഉണ്ട്. MIയുടെ മാജിക് പെൻ അല്ല, MIയുടെ മറ്റേ പെൻ. ഞാൻ അത് മേടിച്ചില്ല. അപ്പോൾ ഇതെന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് നല്ലൊരു മുതലാണ്. ഇപ്പൊ ജസ്റ്റ് എന്റെ കൈ കിട്ടിയുള്ളൂ കേട്ടോ. അറിയാൻ പാടത്തോടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ സാധനം ഞാൻ മേടിച്ച് ഒരു 2 ആഴ്ചത്തോളം ഞാൻ ഈ ടാബ് ഉപയോഗിച്ചു. ഇപ്പൊ 2 ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസത്തിനടുത്തായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഡിസ്പ്ലേയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഇവിടെ കൊടുത്തേക്ക് ആ വീട്ടിൽ കാണിച്ച പോലെ ചെറിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, വൈറ്റ് സ്പോട്ട് ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരുന്നു. ഇത് ഞാൻ കൊണ്ട് സർവീസ് സെന്ററിൽ കാണിച്ചിട്ട് അവർ സർവീസ് ചെയ്ത് തരാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ കംപ്ലൈന്റ്, അതായത് ഈ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഞാൻ 7 ദിവസത്തിനുള്ളിൽ ഞാൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ടാബ് തന്നെ എനിക്ക് റീപ്ലേസ് ചെയ്യണേ. ഇതിപ്പോ നമുക്ക് വാറന്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ അവർ ചേഞ്ച് ആയി കിട്ടി. 2 ആഴ്ചത്തോളം കിട്ടി, 2 ആഴ്ചത്തോളം എടുത്തു. അത് മാത്രമല്ല കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് MI പാഡ് 7, അതായത് റെറ്റിന ഡിസ്പ്ലേ വരുന്ന മോഡലിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് അവരവിടെ രജിസ്റ്റർ ആവണമെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും സാധനം തിരിച്ചിട്ടി. സന്തോഷമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്. കാരണം മേടിച്ച പുതിയ പുത്തൻ സാധനം നേരെ കൊണ്ടുപോയിട്ട് സർവീസ് സെന്ററിൽ കയറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ഇല്ലാത്തൊരു കഷ്ടപ്പാടാണ്. പിന്നെ ടാബ് ഈ പറഞ്ഞ പോലെ 30,000 രൂപ ബഡ്ജറ്റിലൊക്കെ നല്ലൊരു ടാബ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു സാധനമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടെ ലെനോവോയുടെ ഏതൊരു സാധനം ഉണ്ട്, നമ്മുടെ മോട്ടോയും ലെനോവോന്റെ ഒക്കെ ഒരു മോഡലുണ്ട്. അതും കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു ഇതിനകത്ത് ഞാൻ MI പാഡ് 6 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാനൊന്നുമില്ല, നേരെ പോയിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്തത്. എന്താണെങ്കിലും ഗംഭീര സാധനമാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് ബാക്ക് ക്യാമറ വരുന്നത് 13 മെഗാ പിക്സലിലെ ബാക്ക് ക്യാമറ വരുന്നത്. സിംഗിൾ ക്യാമറയാണ്, 13 മെഗാ പിക്സലിലെ ബാക്ക് ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഈ പറഞ്ഞ പോലെ 8 മെഗാ പിക്സൽ എന്തേ ഉള്ളൂ. പിന്നെ ടാബിലെ ക്യാമറയുടെ കേസൊക്കെ അറിയാലോ, വലിയ ഫോട്ടോഗ്രാഫി പരിപാടി ചെയ്യാനൊന്നുമല്ല. നമുക്ക് ഈ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാൻ, പിന്നെ ചെറിയ ചെറിയ ഇമേജ് ഒക്കെ നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാം. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. പിന്നെ ഇപ്പൊ ഞാൻ അത് പറയാ,
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിലൂടെ എനിക്കൊരു റെഡ്മി ബഡ് 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ വൈകാണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇടും. ഇപ്പം ഇതാണ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അറിയാം. ഇതിൻ്റെ ടച്ച് ഭയങ്കര കിടിലൻ ടച്ചാണ്. ഇപ്പൊ ഞാൻ ഈ എന്താ പറയാ MI Pad 7 നാനോ ടച്ച് ഡിസ്പ്ലേ ആണത്. അപ്പോൾ ഇതിന്റെ നോർമൽ ക്ലിയർ ആയിട്ട് വരുന്ന ഡിസ്പ്ലേയും അവൈലബിൾ ആണ്. നോർമൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതും ഇത് തമ്മിൽ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി റാമും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു ഞാൻ നോക്കിയത്. പക്ഷേ ഇതിന്റെ ഈ ഡിസ്പ്ലേ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു 1.5 സാധനം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, കൊള്ളാം എന്നാണെങ്കിലും. അപ്പൊ എനിക്ക് കൂടുതൽ പറയാൻ പാടില്ല, പറയാനല്ല, എനിക്കൊന്നും കിട്ടണില്ല. കാരണം ഇപ്പൊ കൈ കിട്ടി. ഞാനിപ്പോ ഒന്നും കൂടി ഞാൻ ഒന്ന് യൂസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ എന്തായാലും ഇടാൻ ശ്രമിക്കും. അപ്പൊ ഇതാണ് ടാബ്. ഇതിന്റെ പേര്. പിന്നെ ഈ ടാബ് ആർക്കൊക്കെ ഉപയോഗിക്കാം ആർക്കൊക്കെ ഈ സാധനം സെറ്റ് ആവും എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ചില ക്ലയന്റ് മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കിന്റെ പ്രസന്റേഷൻസ് കാണിക്കാനൊക്കെ ആയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ അടിപൊളി ക്വാളിറ്റിയിൽ നല്ല ഔട്ടിൽ നമുക്ക് നല്ല ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണിക്കാൻ പറ്റും പ്രസന്റേഷനൊക്കെ. പിന്നെ ചെറിയ വീഡിയോ എഡിറ്റിംഗ്, ക്യാപ് കട്ട് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അത് നമുക്ക് നല്ല അടിപൊളി ചെയ്യാൻ പറ്റും. വേറെന്താ, അപ്പൊ അങ്ങനത്തെയൊക്കെ പർപ്പസ് വരുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ് ആവും. പിന്നെ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഈ നാനോ ടെക്സ്റ്റ് ഡിസ്പ്ലേന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണിന് കുറച്ചും കൂടിയും എന്താ പറയുക പ്രൊട്ടക്ഷൻ കൂടിയും വന്നിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ വേറൊരു കേസ്, ഈ സാധനത്തിൽ ഇപ്പം ഈ ഡിസ്പ്ലേയുടെ ഒരു ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഭംഗി പോയിട്ട് ഇതിന്റെ മേലെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ, അതായത് നോർമൽ നമ്മുടെ Pad 7 ലുക്കായിരിക്കും ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് തന്നെ വരുന്നത്. എന്ന് വെച്ചാൽ ക്ലിയർ സ്ക്രീൻ ഗാർഡ്. നേരെ മറിച്ച് മാറ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡാർക്കായി പോകും. അപ്പോൾ മാറ്റ് എന്തായാലും ഒട്ടിക്കില്ല, ഞാൻ ക്ലിയർ ഒട്ടിക്കും. ക്ലിയർ ഒട്ടിച്ച് ചെയ്യാൻ നിർത്തി ഇപ്പൊ ഈ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ഫീൽ ചെയ്യണണ്ട. ഈ സാധനം നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് ചെയ്യുമ്പോൾ, അതായത് ക്ലിയർ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഫീൽ അങ്ങോട്ട് പോകും, നോർമൽ പാഡിന്റെ ഫീൽ ആവും. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ. അത് പ്രശ്നമൊട്ടൊന്നും പറഞ്ഞല്ല സംഭവം. പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലോർ അല്ല, ഞാൻ പറഞ്ഞില്ല സർവീസ് സെന്ററിലായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിവ്യൂ ഞാൻ പറയണതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.